നമസ്കാരം. ഷെഫ് അറ്റ് ഹോം റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു വ്യത്യസ്തമായ രീതിയിലൊരു ചിക്കൻ കട്ട്ലേറ്റിൻ്റെ റെസിപ്പിയാണ്. നമ്മളൊക്കെ വീട്ടിൽ ഫ്രോസൺ കട്ട്ലേറ്റ്സ് വാങ്ങി വെക്കാറുണ്ടല്ലോ. അപ്പോൾ ഈ രീതിയിൽ ഈ കട്ട്ലേറ്റ് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ഇത് ഒരു 1 to 2 വീക്സ് സുഖമായിട്ട് നമ്മുടെ ഫ്രീസറിൽ സൂക്ഷിച്ചിട്ട് ആവശ്യത്തിനെടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ആ രീതിക്കാണ് ഞാൻ ഈ കട്ട്ലേറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ബോൺലെസ് ചിക്കനാണ് കൂടുതൽ നല്ലത്. ഞാനിവിടെ ചിക്കൻ ബ്രസ്റ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ഏകദേശം ഒരു 300 ഗ്രാം ഉണ്ട്. അത് ഞാൻ കഴുകി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഒരു 1/2 ടീസ്പൂൺ നോർമൽ ചില്ലി പൗഡറും അതോടൊപ്പം ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. നമ്മുടെ സ്പൈസിൻ്റെ ലെവൽ അനുസരിച്ചൊക്കെ അത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. കൂടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, അതോടൊപ്പം ഇനി ഒരു 1 ടീസ്പൂൺ ലെമൺ ജ്യൂസും പിന്നെ ആവശ്യത്തിന് ഉപ്പും അതിലേക്ക് ചേർക്കും. ഇനി ഇത് നമുക്ക് കൈ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഒരു അരമണിക്കൂർ നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇപ്പോൾ ഇത് അരമണിക്കൂർ ആയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഒരു പാൻ എടുത്ത് അത് ചൂടായതിന് ശേഷം ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ ഒരു 2 ടേബിൾ സ്പൂണാണ് ഞാനിവിടെ ഒഴിച്ചിരിക്കുന്നത്. അതിലേക്ക് ചിക്കൻ പീസസ് അധികം ക്രൗഡഡ് ആക്കാതെ ഇട്ടതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഷാലോ ഫ്രൈ ചെയ്താൽ മതിയാവും. അപ്പോൾ വേണമെങ്കിൽ നമുക്കത് അടച്ച് വേണേലും ഒന്ന് കുക്ക് ചെയ്യാം. ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ട് എല്ലാ ചിക്കൻ പീസസും 1-2 ബാച്ചായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കുക. ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ അതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുക. ചിക്കൻ പീസസ് എല്ലാം നന്നായി തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം, അധികം പൊടിഞ്ഞു പോകാതെ. ഈ ചിക്കൻ പൊടിച്ചു വന്നപ്പോൾ ഇത് ഏകദേശം ഒരു 1.5 കപ്പുണ്ട്. അതിലേക്ക് പുഴുങ്ങി പൊടിച്ചു വെച്ചിരിക്കുന്ന ഉരുളൻകിഴങ്ങ് ഒരു 1/4 കപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനിയും ചെറുതായി അരിഞ്ഞ ഒനിയൻ 2 ടേബിൾ സ്പൂൺ, അതോടൊപ്പം അതേപോലെ തന്നെ ചെറുതായി അരിഞ്ഞ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, അങ്ങനെ ഒരു 4 ചില്ലി എടുത്തിട്ട് അതിൻ്റെ സീഡെല്ലാം കളഞ്ഞ് വളരെ ചെറുതായിട്ട് അരിഞ്ഞത്. അതും നിങ്ങളുടെ സ്പൈസ് ലെവൽ അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അധികം സ്പൈസ് ഉണ്ടാവാതെ അതിൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടിയാണ് അതിൻ്റെ സീഡ് കളഞ്ഞത്. ഇനിയും മല്ലിയില ചെറുതായി അരിഞ്ഞത് 2 ടേബിൾ സ്പൂൺ, പിന്നെ ഒരു ബ്രെഡ് പീസസ് കൈ കൊണ്ട് ഇങ്ങനെ പിച്ചി കീറി അങ്ങനെ ഇട്ടാൽ മതിയാവും, അതൊരെണ്ണം. പിന്നെ ഇപ്പം നമുക്ക് ഉപ്പ് ഇട്ടിട്ട് അതിൻ്റെ ടേസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. കൂടെ 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് കൈ ഉപയോഗിച്ച് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ആദ്യം സ്പൂൺ വെച്ചൊന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കൈ ഉപയോഗിച്ചൊരു ഫൈനൽ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇങ്ങനെ ഒരു ഡോ കിട്ടും നമുക്ക്. ഇതിന് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബാറ്ററുകൾ പ്രിപ്പയർ ചെയ്യാം. അതിനൊരു ബോൾ എടുത്തിട്ട് അതിലൊരു 3 ടീസ്പൂൺ കോൺഫ്ലോർ എടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് അത് നന്നായിട്ട് ഒന്ന് കട്ടയെല്ലാം മാറ്റി കലക്കിയെടുക്കുക. ഇത് പക്ഷേ നമ്മൾ കുറച്ച് നേരം വെച്ച് കഴിയുമ്പോഴത്തേക്കും ഈ കോൺഫ്ലോർ എല്ലാം കൂടെ താഴെ ഇങ്ങനെ സെഡിമെൻ്റ് ആവും. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇളക്കി കൊടുക്കേണ്ടതുണ്ട്. ഇത് കോൺഫ്ലേക്സ് പൊടിച്ചതാണ്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഡോയിൽ നിന്ന് അല്പം എടുത്ത് നമുക്ക് ഷേപ്പ് ചെയ്ത് കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലാക്കാം. അങ്ങനെ ഏകദേശം 15 എണ്ണം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഓരോ കട്ട്ലേറ്റും നമ്മുടെ കോൺഫ്ലോറിൻ്റെ മിക്സിൽ ഡിപ്പ് ചെയ്ത് കോൺഫ്ലേക്സിൽ കോട്ട് ചെയ്ത് തയ്യാറാക്കി വെക്കാം. നമുക്കിതിനെയും ഫ്രിഡ്ജിൽ 1 മണിക്കൂർ ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് കീപ്പ് ചെയ്യേണ്ടതാണ്. ഇനി അതല്ല നിങ്ങളിത് ലോങ് ടൈമിലേക്ക് വെക്കാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലോ ഒരു സിപ്പ് ലോക്ക് ബാഗിലോ വെച്ച് നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാവുന്നതാണ്. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതിന് ശേഷം അത്യാവശ്യം അതിൻ്റെ തണുപ്പൊക്കെ വിട്ട് കഴിയുമ്പോൾ നമ്മളൊരു പാൻ ചൂടാക്കി അതിൽ അല്പം എണ്ണ ഒഴിച്ച് നമുക്ക് ഓരോ കട്ട്ലേറ്റും ഇതിലേക്ക് വെച്ച് കൊടുത്ത് തിരിച്ചും മറിച്ചുമിട്ട് ബ്രൗൺ കളർ ആവുന്നിടം വരെ ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ്. തീർച്ചയായും നിങ്ങൾ ഈ കട്ട്ലേറ്റ് ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് ഫ്രിഡ്ജിൽ വെക്കേണ്ടതാണ്. അതല്ലെങ്കിൽ ഇത് പൊടിഞ്ഞു പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇങ്ങനെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് നമ്മൾ ഇത് ഫ്രൈ ചെയ്യുന്നതെങ്കിൽ അതൊട്ടും പൊടിയാതെ തന്നെ നമുക്ക് കട്ട്ലേറ്റ് കിട്ടും. മീഡിയം ടു ലോ ഹീറ്റിൽ വെച്ചിട്ട് വേണം നമ്മൾ
ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പം ഇതേപോലെ ബാച്ചായിട്ട് നമുക്ക് എല്ലാ കട്ട്ലേറ്റും ഫ്രൈ ചെയ്തെടുക്കാം. ഔട്ട് സൈഡ് വളരെ ക്രിസ്പി ആയിട്ടുള്ള, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ചിക്കൻ കട്ട്ലേറ്റ് തയ്യാറായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കി നോക്കണം.